അപ്പോൾ എൻ്റെ ബേക്കിലുള്ള ഈ ഒരു ബോർഡ് നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ഹായ് ഫ്രണ്ട്സ്, ഞാൻ അബ്ദുൽ കലാം പാപ്പളശ്ശേരിയാണ്. ഞാനിപ്പോൾ ഉള്ളത് മീനങ്ങാടിയാണ്. ഞാനിപ്പോൾ ഇട്ടൊരു ബോർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഈ ഓണക്കാലത്തൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ പച്ചക്കറി ചന്തകളൊക്കെ എല്ലാ സ്ഥലത്തും പിന്നെ ഉണ്ടാവലൊക്കെ. എന്നാൽ നമ്മുടെ ഈ ഒരു ഓണം ഇങ്ങനെ അടുത്തെത്തി നിൽക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? അപ്പോൾ എന്താ നമുക്ക് അതിൻ്റെ ഉള്ളിലെ സ്ഥിതിന്നൊന്ന് കണ്ടു നോക്കിയാലോ? ഇതാ ഓണത്തിനുള്ള പച്ചക്കറികളൊക്കെ സ്റ്റോക്കാട്ടോ അതിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ടല്ലോ അല്ലേ? ഇതാ വെളുത്തുള്ളിയാണ് ആ കിടക്കുന്നത്. വെളുത്തുള്ളി ഉണ്ട്. ഇതൊക്കെ കണ്ട കാട് കയറി അങ്ങനെ കിടക്കുകയാണ്. ഫുള്ള് കാട് കയറി കിടക്കുക. ശരിക്കും പറഞ്ഞാൽ മീനങ്ങാടിയുടെ നല്ലൊരു ഭാഗത്താട്ടോ ഈ ഒരു സെൻറ്റർ ഉള്ളത്. പക്ഷെ അനാസ്ഥയാണല്ലോ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിലുള്ളൊരു സാധനം. ഇതുണ്ട്, മീനങ്ങാടി ടൗണിൽ തന്നെയാണ്, നല്ല തിരക്കുള്ളൊരു ഭാഗത്താണ്. ഈ ഓണമൊക്കെ പ്രമാണിച്ചിട്ട് ഇതിൽ വല്ല പച്ചക്കറികളൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കച്ചവടം നടക്കുന്നൊരു സെൻറ്ററാണ്. ഇതുണ്ടോ, ഇത്രയും സൗകര്യമുള്ള ഒരു സ്ഥലമാണ് വെറുതെ കാട് കയറി ഇങ്ങനെ നശിച്ചു പോണത്. പിന്നെ കേരള സർക്കാർ സഹകരണ വകുപ്പാണല്ലോ സംരംഭം. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്തായാലും ഈ ഒരു സംഗതി ഒന്നും നടത്തുന്നില്ലെങ്കിൽ ഇതൊക്കെ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് തുറന്നു കൊടുക്കുകയാണെങ്കിൽ വളരെ ഉപകാരം. ഇല്ലെങ്കിൽ ഈ തിരക്കുള്ള മീനങ്ങാടിയിൽ ഈ ഷട്ടറും കോപ്പൊക്കെ വലിച്ചു പറിച്ച് കളഞ്ഞിട്ട് ഇതിൽ കുറച്ച് ബൈക്ക് പാർക്കിങ്ങിനെങ്കിലും സൗകര്യം കിട്ടും ആർക്കെങ്കിലുമൊക്കെ. അല്ലെങ്കിൽ എത്ര പാവപ്പെട്ട കച്ചവടക്കാരുണ്ട് ഈ തെരുവുകളിലൂടെ കച്ചവടം ചെയ്യുന്നത്. അവർക്ക് മഴ നനയാതെ ഇതിൻ്റെ ഉള്ളിൽ കച്ചവടം ചെയ്യാനുള്ളൊരു സൗകര്യം ചെയ്തു കൊടുത്തൂടെ? വെറുതെ ഈ ടൗണിൻ്റെ പല ഭാഗങ്ങളിലും ഇങ്ങനത്തെ കുറേ സംരംഭങ്ങൾ തുടങ്ങി വെച്ചിട്ട് അത് പൂർത്തീകരിക്കൂല്ല, ചെയ്യൂല. അതാണ് അവസ്ഥ.